ബിസിനസ്സിൽ വൻ ചതി നേരിട്ടതിന്റെ വിഷമത്തിലാണ് ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. സഹോദരിമാരെ പോലെ കണ്ട 3 ജീവനക്കാരികളിൽ നിന്നും ഇത്രയും വലിയ വഞ്ചന പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ദിയ പറയുന്നു. ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലുമെല്ലാം ചതി നേരിട്ടയാളാണ് ദിയ. മുൻ പ്രണയങ്ങളിൽ വഞ്ചിക്കപ്പെട്ടത് ദിയയെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ദിയയ്ക്കായി. ഇതേക്കുറിച്ച് ദിയ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. എനിക്കൊരുപാട് മോശം പാസ്റ്റ് ഉണ്ട്. ഞാനൊരു പ്രേമരോഗിയാണ്. നല്ല പാസ്റ്റ് ആയിരുന്നെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പാടായേനെ. 3-4 റിലേഷൻഷിപ്പുകൾ എനിക്കുണ്ടായിട്ടുണ്ട്. അതിലൊരാൾ പോലുമില്ല വേറൊരു പെണ്ണുമായി അടുപ്പമില്ലാത്തവരായി. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. പലരും സോഷ്യൽ മീഡിയയിൽ ഡീസൻ്റായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ സത്യത്തിൽ എല്ലാവർക്കും രഹസ്യബന്ധങ്ങളുണ്ടായിരുന്നു. എല്ലാവന്മാരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പിടിച്ചിട്ടുണ്ട്. മോശം പാസ്റ്റ് ആയതിനാലാണ് എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ എളുപ്പമായത്. ഞാൻ കാരണം ആ ബന്ധങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞാനൊരിക്കലും ആത്മാർത്ഥതയില്ലായ്മ കാണിച്ചിട്ടില്ല. അതിനാൽ എനിക്ക് കുറ്റബോധമില്ല. കാരണം എല്ലാ റിലേഷൻഷിപ്പിലും ഞാനായിരുന്നു നല്ല വ്യക്തി. അവരെല്ലാം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തട്ടെ. അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളിയെ കിട്ടട്ടെ. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളി ആയിരിക്കില്ല താനെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞു. അശ്വിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ചും ദിയ പറഞ്ഞിട്ടുണ്ട്. അശ്വിൻ തന്നെ പ്രേമിച്ച് പ്രശസ്തനാക്കാൻ നോക്കിയില്ലെന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് സുഹൃത്തായിരുന്നപ്പോൾ അശ്വിൻ സമീപിച്ചിട്ടില്ലെന്നും ദിയ അന്ന് പറഞ്ഞു. കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു ഞാൻ. സ്നേഹിക്കുന്ന ആളെ മാത്രമല്ല അവരുടെ കൂടെ നിൽക്കുന്നവരെയും. ഇത്തിരി സ്നേഹത്തോടെ ഒരാൾ സംസാരിച്ചാൽ ഞാനങ്ങ് വിശ്വസിക്കും. കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടേയിരുന്നത്. എവിടെ ചെന്നാലും ഫുഡ് കഴിച്ച് ഞാൻ ബില്ല് വരുമ്പോൾ എല്ലാവരും എണീറ്റ് പോകും. ദിയ കൊടുത്തോളും എന്ന് പറയും. ആദ്യമൊക്കെ ഓക്കെയാണ്, പിന്നെ ഏണിയാണ്. എൻ്റെ കാർഡാണ് ഉരയ്ക്കുന്നത്. എന്നെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഉപയോഗിച്ചതിനു ശേഷവും എന്നെ അവർ കുറ്റമാണ് പറയുന്നതെന്നും അന്ന് ദിയ കൃഷ്ണ പറഞ്ഞു.